നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതായത് സെക്കൻഡ് ചാപ്റ്ററിലെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് എക്സ്പോണന്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ അതിൻ്റെ നിയമങ്ങളിലെ ആദ്യത്തെ നിയമം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതായത് രണ്ട് സംഖ്യകളുടെ ഘാതം ഒരേ സംഖ്യ അതിൻ്റെ ഘാതം വ്യത്യാസമായിട്ട് വരുമ്പോൾ അതിനെ ഗുണിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി രണ്ടാമത്തെ നിയമം മുതലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ലെറ്റ് us ലുക്ക് ഇൻ ടു another എക്സാമ്പിൾ. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 7 ഘാതം 5 ഹരിക്കണം 7 ഘാതം 3 എന്നുണ്ട് അല്ലേ? 7 ഘാതം 5 ഹരിക്കണം 7 ഘാതം 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെയാണ് എഴുതുക. 7 ഘാതം 5 ഹരിക്കണം 7 ഘാതം 3 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ബൈ എന്നുള്ള രൂപത്തിൽ എഴുതാം. അതിന് 7 ഘാതം 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? 7നെ 5 തവണ ഗുണിക്കുന്നു അല്ലേ? അപ്പം നമ്മളത് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്ത് എഴുതി 7നെ 5 തവണ ഗുണിക്കുന്നു. 7 ഗുണിക്കണം 7 ഗുണിക്കണം 7 ഗുണിക്കണം 7 ഗുണിക്കണം 7. ഓക്കെ, അടിയിലോ ഛേദത്തിൽ 7 ഘാതം 3 ഉണ്ട്, അല്ലെങ്കിൽ 7 ക്യൂബ് ഉണ്ട്. അപ്പം അതിനെ നമ്മൾ 7 ഘാതം 3 എന്ന് പറഞ്ഞാൽ 7നെ 3 തവണ 7 കൊണ്ട് തന്നെ ഗുണിക്കുക. അപ്പോൾ 7നെ 3 തവണ നമ്മൾ എങ്ങനെ എഴുതുക? 7 ഗുണിക്കണം 7 ഗുണിക്കണം 7. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മുകളിൽ 5 7 താഴെ 3 7 ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? മുകളിലും താഴെയും എത്ര സംഖ്യകളുണ്ടോ കോമൺ ആയിട്ട് ഒരുപോലെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗുണനമാവുക കാരണം, ഗുണനമായതുകൊണ്ട് മുകളിലും താഴെയും ഒരേപോലെ വരുന്നത്. ഇപ്പൊ മുകളിലും എല്ലാതും ഗുണനാണ്, അതായത് അംശത്തിലെല്ലാം ഗുണനാണ്, ഛേദത്തിലും എല്ലാം ഗുണനാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? മുകളിലും താഴെയും ഒരേപോലുള്ളതിനെ വെട്ടിക്കളയാം. അപ്പൊ ഇവിടെ താഴെ 3 7 ഉണ്ട്, മുകളിൽ 5 7 ഉണ്ട്. അപ്പൊ നമുക്ക് 3 7കളെ വെട്ടിക്കളയാം. ഓക്കെ, താഴെ 3 7 ഉണ്ട്, മുകളിൽ 3 7 ഉണ്ട്. ബാക്കിയുള്ളത് ഏതാണ്? അംശത്തിലെ 7 മാത്രമേ വരുന്നുള്ളൂ, ഛേദത്തിലെ 7ഒക്കെ പോയി അല്ലേ? അപ്പോൾ 7 സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, അല്ലെങ്കിൽ 7 ഘാതം 2 അത് മാത്രമാണ് ബാക്കിയായത്. അംശമായതുകൊണ്ടാണ് പിന്നെ ബൈ ഒന്നിട്ട് എഴുതാത്തത്. ഛേദത്തിലാണ് മുകളിലത്തെ മൊത്തം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1/, എന്നിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് അംശത്തിൽ 2 കിട്ടിയത് കൊണ്ട് നമുക്ക് 7 സ്ക്വയർ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി 7 സ്ക്വയർ എന്നുള്ളത് എന്താണ്? 7 ഘാതം 5. ഈ 5ൽ നിന്ന് 3 കുറച്ചതല്ലേ? 5ൽ നിന്ന് 3 കുറച്ചതാണ് അല്ലേ? 7 ഘാതം 5 കുറക്കണം 3 ആണ് 7 ഘാതം 2 എന്ന് പറയുന്നത്. അതായത് ഇത്ര ആലോചിക്കുക, ഒരേ സംഖ്യ ഘാതം വ്യത്യാസമായ സംഖ്യ അങ്ങനെയാണെങ്കിൽ ഒരു നിയമം കൂടി ഉണ്ട്. അതായത് ആദ്യം എഴുതിയ സംഖ്യ രണ്ടാമത് എഴുതിയതിനേക്കാൾ വലുതാകണം. അപ്പൊ അവിടെ 5 3നേക്കാൾ വലുതാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ കാണാം? 7 ഘാതം ആദ്യത്തെ സംഖ്യ കുറക്കണം രണ്ടാമത്തെ സംഖ്യ, 7 ഘാതം 5 കുറക്കണം 3 എന്ന് വരും. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം നോക്കൂ. -3 ഘാതം 7 ഹരിക്കണം -3 ഘാതം 4. ഓക്കെ, അതായത് -3 രണ്ടും -3 ബേസ് സെയിം ആണ്. അടിസ്ഥാനമായിട്ട് നമ്മൾ എഴുതുന്ന സംഖ്യ സെയിം ആണ്. മുകളിൽ ഘാതമായിട്ട് എഴുതുന്നത് ഒന്ന് 7 ഒന്ന് 4. അപ്പൊ ആദ്യത്തെ സംഖ്യയാണ് വലുത് അല്ലെ? 7 വലുത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, -3 ഘാതം 7 ഹരിക്കണം -3 ഘാതം 4. നമുക്ക് ഇങ്ങനെ എഴുതാം. -3 ഘാതം 7 ഏതാണ് വരുന്നത്? 1 2 3 4 5 6 7. 7 തവണ -3 കൊണ്ട് -3നെ തന്നെ ഗുണിക്കുന്നതിനെയാണ് നമ്മൾ -3 ഘാതം 7 എന്ന് എഴുതുന്നത് അല്ലെ? അപ്പൊ നമ്മൾ -3നെ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി, 7 -3കൾ എഴുതി. മാത്രമല്ല താഴെ -3 ഘാതം 4, അതെത്ര? -3നെ -3 കൊണ്ട് 4 തവണ ഗുണിക്കുന്നത്. അപ്പൊ താഴെ ഛേദമായിട്ട് അതും എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ നോക്കുക, മുകളിലും താഴെയും ഒരുപോലെ ഉണ്ടോ? മുകളിലും താഴെ ഒരുപോലെ ഉണ്ട്. ഇവിടെ 4 3 ഉണ്ട്, ഇവിടെ 7 3 ഉണ്ട്. പക്ഷെ നമുക്ക് 4 3നെ വെട്ടിക്കളയാം അല്ലേ? അപ്പൊ മുകളിലെയും താഴെയും ഉള്ളത് 4 3നെ നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളയുമ്പോൾ ബാക്കി എന്ത് വരും? താഴെ ഉള്ളത് മൊത്തം പോയി, ഛേദത്തിലെ മൊത്തം പോയി, അംശത്തിൽ 4 പോയി, ബാക്കി 1 2 3 3 വരും. അപ്പൊ -3 ഘാതം 3 അല്ലെങ്കിൽ -3 ക്യൂബ് എന്ന് വരും. ഈ -3 ക്യൂബ്, ഈ 3 എന്ന് പറയുന്നത് എന്താണ്?
7 കുറക്കണം 4 അല്ലേ, 7ൽ നിന്ന് 4 പോയതല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരേ സംഖ്യ ബേസ് ആയിട്ട് വരുന്നു, ഘാതമുള്ളത് എന്താണ്, വ്യത്യാസമുണ്ട്. പക്ഷെ ആദ്യത്തെ സംഖ്യയാണ് വലുതെങ്കിൽ നമുക്ക് നേരിട്ട് സംഖ്യ ബേസ് അതേപോലെ എഴുതി ഘാതം എന്നുള്ളത് ഒരു വലുതെന്ന് ചെറുത് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. 7 കുറക്കണം 4 ആണ് കേട്ടോ. 7 കുറക്കണം 4 ഇത് ഇവിടെയുള്ള സംഖ്യയാണ്. 7 കുറക്കണം 4 എന്ന് പറയുന്നതാണ് 3. ഇപ്പൊ ഈ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞതിൽ നിന്നും 7 ഘാതം 5 ഹരിക്കണം 7 ഘാതം 3 എന്നതും -3 ഘാതം 7 ഹരിക്കണം -3 ഘാതം 4 എന്നീ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നിയമം. അതായത് എ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ റാഷണൽ നമ്പർ ആണെങ്കിൽ, നോൺ സീറോ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സീറോ അല്ലാത്ത, പൂജ്യമല്ലാത്ത ഭിന്നസംഖ്യയാണെങ്കിൽ, ആൻഡ് ഭിന്നസംഖ്യ എന്നൊന്നുമില്ല, ഒരു സംഖ്യ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഭിന്നകമാണ്. നമുക്ക് -3 വേണമെങ്കിൽ 1/1 എഴുതിയിട്ട് ഭിന്നകമാക്കാം എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇത് രണ്ടും റാഷണൽ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പൊ റാഷണൽ ഭിന്നസംഖ്യയോ പൂർണ്ണസംഖ്യയോ എന്തോ ആയിക്കോട്ടെ, പൂജ്യമല്ലാത്ത സംഖ്യയാണെങ്കിൽ, മാത്രമല്ല എം ആൻഡ് എൻ ആർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. എം ആൻഡ് എൻ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളാണ്. ഓക്കെ, എമ്മും എന്നും പോസിറ്റീവ് പൂർണ്ണസംഖ്യകളാണ്. അതായത് ഇപ്പോൾ എം ആണിത്, എൻ എന്ന് പറയുന്നത് ഇത്. അപ്പൊ അത് രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ്. ദെൻ ആൻഡ് എം ഗ്രേറ്റർ ദാൻ എൻ, ആദ്യം പറയുന്ന സംഖ്യ രണ്ടാമത്തെ സംഖ്യയേക്കാൾ വലുതാവണം. അങ്ങനെയാണെങ്കിൽ a⁻m ഹരിക്കണം a⁻n, അതായത് ഒരു സംഖ്യയെ ഹരിക്കണം m, ഒരു സംഖ്യനെ ഹരിക്കണം n. അതേ സംഖ്യനെ ബേസായി വരുമ്പോൾ, മുകളിലുള്ള സംഖ്യകൾ വ്യത്യാസമായി വരുമ്പോൾ അതിൻ്റെ ഉത്തരം വരിക a⁻m-n എന്നാണ്. നമ്മളിവിടെ കണ്ടില്ലേ, 7 ഘാതം 5 കുറക്കണം 3. ഓക്കെ, a ഘാതം m ഹരിക്കണം a ഘാതം n എന്ന രൂപത്തിൽ വരുമ്പോൾ അതിൻ്റെ ഉത്തരം a ഘാതം m-n, 5 കുറക്കണം 3. ഓക്കെ, അപ്പം അങ്ങനെയാണ് അതിൻ്റെ രണ്ടാമത്തെ നിയമം വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ നിയമം. അപ്പൊ നമ്മൾ എം വലുതാണെങ്കിൽ എന്നല്ലേ പറഞ്ഞ്. ഇനി രണ്ടാമത്തെ സംഖ്യ n ആണ് വലുതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? m ആണ് വലുതെങ്കിൽ എന്താണ് അതിൻ്റെ ഉത്തരം വരിക? a ഘാതം m ഹരിക്കണം a ഘാതം n എന്ന് പറയുന്നത് 1/a ഘാതം n-m ആയിരിക്കും. അതായത് രണ്ടാമത്തെ സംഖ്യയാണ് വലുത് എങ്കിൽ, n ആണ് വലുത് എങ്കിൽ 1/a ഘാതം രണ്ടാമത്തെ സംഖ്യ കുറക്കണം ഒന്നാമത്തെ സംഖ്യ എന്നതായിരിക്കും ഉത്തരം. നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കി നോക്കാം. ആദ്യത്തത് 3/7 ഹരിക്കണം 6 ഹരിക്കണം 3/7 ഘാതം 9. ഇവിടെ 3/7 തന്നെയാണ് രണ്ട് സംഖ്യയും, ബേസ് സെയിം ആണ്. പക്ഷെ അതിന്റെ ഘാതം നോക്കൂ, എമ്മിന്റെ സ്ഥാനത്ത് 6ഉം എന്നിന്റെ സ്ഥാനത്ത് 9ഉം ആണ്. അപ്പൊ 6 ആണ് 9നേക്കാൾ ചെറുത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ സംഖ്യയാണ് വലുത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സാധാരണ നമ്മൾ ഇങ്ങനെ വരുമ്പോ എന്താണ് പറയാ, 3/7നെ m-n എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 6 കുറക്കണം 9 എന്ന് വരും. 6 കുറക്കണം 9 എന്ന് പറഞ്ഞാൽ എന്താ, ചെറുതിന് വലുതാണ് കുറക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ഇടണം. -3 എന്ന് വരും. 9 6 പോയ 3, ഇത് ചെറുതിന് വലുത് കുറക്കുന്നത് കൊണ്ട് നെഗറ്റീവ് ഇടുന്നു. അപ്പൊ 3 ഘാതം 7 -3 എന്ന് വരും. അതായത് മൈനസ് ഇടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1/, എന്നുള്ള രൂപത്തിൽ എഴുതാമെന്ന്. 1/3/7 ഘാതം 3 എന്ന് വരും. ഈ 3 എന്ന് പറയുന്നത് എന്താണ്? 9 6 പോയതല്ലേ. അതായത് രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറച്ചത്. 9 കുറക്കണം 6. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/a. എന്ന് പറയുന്നത് ഏതാണോ സംഖ്യ. അപ്പൊ ഇവിടെ 3/7 ആണ്. അപ്പൊ 3/7 ഘാതം n-ന്റെ സ്ഥാനത്ത് 9 ആണ്. അപ്പൊ 9 കുറക്കണം m-ന്റെ സ്ഥാനത്ത് ഇവിടെ 6 ആണ്. അപ്പൊ 9 കുറക്കണം 6. ഓക്കെ, അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുക, എമ്മും എന്നും ഉണ്ട്, ഒരേ സംഖ്യ, മുകളിൽ m n. അപ്പൊ ഇത് ആദ്യത്തെ സംഖ്യയാണ് വലുതെങ്കിൽ നേരിട്ട് ഇത് രണ്ടും ഇങ്ങോട്ട് കുറച്ചാൽ മതി, m കുറക്കണം n. ഇനി അതല്ല, രണ്ടാമത്തെ സംഖ്യ ആണ് വലുതെങ്കിൽ അപ്പൊ എങ്ങനെ വരും? 1/a ഘാതം രണ്ടാമത്തെ സംഖ്യ
മൈനസ് ആദ്യത്തെ സംഖ്യ. അത് നിങ്ങൾക്ക് കുറച്ച് കണക്കുകൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അതങ്ങ് പ്രാക്ടീസ് ആയിക്കോളും കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെ 4ാമത്തെ ലോ ആണ്. 4ാമത്തെ ലോ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് എ ഈസ് എനി നോൺ സീറോ റാഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സീറോ അല്ലാത്ത ഒരു ഭിന്നകമാണെങ്കിൽ, അതുപോലെ എമ്മും എന്നും പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. എമ്മും എന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണൽ സംഖ്യകളാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് പൂർണ്ണസംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ ഏഘാതം എം ഓൾ റൈസ് ടു എൻ സമം ഏഘാതം എം ഇൻറ്റു എൻ ആണ് കേട്ടോ. എം ഇൻറ്റു എൻ, ഏഘാതം എം ഗുണിക്കണം എൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ 2/5 ഹോൾ ഘാതം 2, അതിൻ്റെയും ഘാതം 3 എടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താ? 2 ഘാതങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവ തമ്മിൽ നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുക കേട്ടോ. 2/5 ഘാതം 2 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാൽ 2/5 ഘാതം 6 എന്ന് വരും. അതായത് ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ മുകളിലും താഴെയും സംഖ്യകൾക്ക് കൊടുക്കണം. രണ്ടിനും ബാധകമാണ്. സോ ഈ 6നെ നമ്മൾ 2 ഘാതം 6, 5 ഘാതം 6 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 2 ഘാതം 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2നെ 6 തവണ എഴുതിയതാണ്. 5 ഘാതം 6 എന്ന് പറഞ്ഞാൽ 5നെ 6 തവണ എഴുതിയതാണ്. അപ്പൊ ഇതെല്ലാം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 64 എന്ന് കിട്ടും അല്ലെ. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32, 32 × 2 64. അതേ പ്രകാരം നമുക്ക് 6 അഞ്ചുകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 15,625 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഇനി ഒന്നും വെട്ടിച്ചെറുതാക്കാനില്ല, ഇവിടെ ഒന്നും വെട്ടിപ്പോവാനില്ല. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏഘാതം എമ്മിൻ്റെ ഹോൾ ഘാതം എൻ, അതായത് 2 ഘാതം വരുന്ന സമയത്ത് അവ തമ്മിൽ നമ്മൾ എന്താ ചെയ്യുക? ഗുണിക്കുകയാണ് ചെയ്യുക കേട്ടോ. രണ്ടും കൂടെ ഗുണിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഇനി സീറോ എക്സ്പോണന്റ്. എന്താണ് സീറോ എക്സ്പോണന്റ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ് അല്ലെ. അതർ ദാൻ സീറോ, സീറോ അല്ലാത്ത ഒരു ഭിന്നകമാണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏഘാതം 0 എന്ന് പറയുന്നത് 1 എന്നാണ് പറയുന്നത്. ഏഘാതം അതായത് ഏത് സംഖ്യയുടെയും പവർ അല്ലെങ്കിൽ ഘാതം 0 കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? 1. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. എന്താണ്? 2/7 ഉൾഘാതം 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 1. -3/4 ഉൾഘാതം 0 എന്ന് പറഞ്ഞാൽ അതിനെ ഉത്തരം 1. അപ്പൊ ഏത് സംഖ്യ ആയിക്കോട്ടെ, സംഖ്യ ഏതായിക്കോട്ടെ, ഭിന്നകമാകട്ടെ, നെഗറ്റീവ് സംഖ്യ ആവട്ടെ, പോസിറ്റീവ് സംഖ്യ ആവട്ടെ, ഭിന്നസംഖ്യ ആവട്ടെ, അഭിന്നകമാവട്ടെ, ഏത് സംഖ്യ ആയിക്കൊള്ളട്ടെ, ഘാതം 0 എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേസ് ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എപ്പോഴും 1 എന്നാണ് അതിന്റെ ഉത്തരം. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കണം. കാരണം ഇതിൽ ഓരോന്നും അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇനി നെഗറ്റീവ് ഇന്റഗ്രൽസ് ഓഫ് നെഗറ്റീവ് ഇൻഡിജേഴ്സ്, അതായത് ഇപ്പൊ റേസ് ടു നെഗറ്റീവ് വരികയാണെങ്കിൽ എന്താണ്? അപ്പൊ വി നോ ദാറ്റ് ദ റെസിപ്രോക്കൽ ഓഫ് 5 ഈസ് 1/5. നമുക്കറിയാം റെസിപ്രോക്കൽ ഓഫ് 5 അല്ലെ, അതായത് 5ന്റെ വിപരീതം അല്ലെങ്കിൽ ഗുണന വിപരീതം എന്നൊക്കെ പറയും. അതെന്താണ്? 1/5 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ്? ഏത് സംഖ്യയുടെയും റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/ ആ സംഖ്യ എന്നാണ്. ഓക്കെ, അപ്പോൾ 5ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗുണന വിപരീതം എന്ന് പറയുന്നത് 1/5 ആണ്. ഓക്കെ, ഇനി വി റൈറ്റ് ഇറ്റ് ആസ്, നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുക? താഴെ ഒരു 5 ഉണ്ട് അല്ലേ. അപ്പൊ 5 ഘാതം ഒരു 5 താഴെ ഉണ്ട്, താഴെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ മൈനസ് എന്നിടുന്നു. 5 ഘാതം -1 ആൻഡ് റീഡ് ആസ് 5 റൈസ് ടു പവർ -1 അല്ലെങ്കിൽ 5 റൈസ് ടു -1 എന്നാണ് നമ്മൾ വായിക്കാറ് കേട്ടോ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമ്മൾ 5 റൈസ് ടു പവർ -1 എന്നുള്ള പവർ സാധാരണ നമ്മൾ പറയാറില്ല. 5 റൈസ് ടു -1 എന്നാണ് പറയാ. അതായത് 5 റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 5 -1 തവണ ഗുണിച്ചത് എന്നാണ്. അതിന്റെ അർത്ഥം -1 എന്ന് വരുന്നത്, മൈനസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ആ സംഖ്യ
ഛേദത്തിലാണ് വരിക, അതായത് താഴെയാണ് വരിക, ഡിനോമിനേറ്ററിലാണ് വരിക കേട്ടോ. അപ്പോൾ താഴെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് ഇടുന്നത്. താഴെ എത്ര അഞ്ചുണ്ട്? ഒരു അഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ -1 എന്നിടുന്നു. ഓക്കെ, ഇത് നമ്മൾ വായിക്കുക 5⁻⁻1 അല്ലെങ്കിൽ 5 ഘാതം -1 എന്നാണ് നമ്മൾ വായിക്കുക. ഇനി റെസിപ്രോക്കൽ ഓഫ് -7. -7ന്റെ റെസിപ്രോക്കൽ ഏതാ? ഏത് സംഖ്യ ആയിക്കൊള്ളട്ടെ, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1 ആ സംഖ്യയാണ്. അതായത് ഇപ്പൊ -7 ആണെങ്കിൽ 1 -7. -7 കോമൺ ആയിട്ട് പുറത്തെടുത്തത് മാത്രം, കാരണം ഒറ്റ മൈനസ് അല്ലേ ഉള്ളൂ. അപ്പൊ 1 -7. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? -7 ഘാതം -1. കാരണം -7 എവിടെയാണ്? താഴെ കിടക്കുന്നത്. അപ്പൊ താഴെ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഘാതത്തിൽ നമ്മൾ മൈനസ് കൊടുക്കുന്നു. എത്ര 7 ഉണ്ട്? ഒരു 7 മാത്രം. അപ്പൊ നമ്മൾ 1 എന്ന് (-1) എന്ന് എഴുതുന്നു. ഓക്കെ, ആൻഡ് ഇത് എങ്ങനെ വായിക്കുക? -7 ഇത് വായിക്കുക എങ്ങനെയാണ്? -7 അതല്ലെങ്കിൽ സിംപിളി നമുക്ക് എങ്ങനെ പറയാം? -7 അതല്ലെങ്കിൽ -7 ഘാതം -1 അല്ലെങ്കിൽ -7 ഘാതം -1 എന്നുള്ള രീതിക്ക് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ -7 എന്ന് പറയും. മലയാളത്തിലാണെങ്കിൽ -7 ഘാതം -1 എന്ന് പറയും. ഓക്കെ, ഇനി റെസിപ്രോക്കൽ ഓഫ്, ഇപ്പൊ നമ്മൾ ഒറ്റ സംഖ്യയാണ് ഇവിടെ ഒക്കെ പറഞ്ഞില്ലേ, 5 7. റെസിപ്രോക്കൽ ഓഫ് 5² എന്താ വരിക? 5 ആകുമ്പോൾ 1/5, -7 ആകുമ്പോൾ 1/-7, 5² ആകുമ്പോഴോ 1/5². ഏത് സംഖ്യയായാലും അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 ആ സംഖ്യ എന്നാണ് വരിക കേട്ടോ. അപ്പൊ 5² റെസിപ്രോക്കൽ എന്താ വരിക? 1/5². റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഗുണന വിപരീതം. അപ്പോൾ 5² അല്ലെങ്കിൽ 5 ഘാതം 2ന്റെ ഗുണന വിപരീതം എന്ന് പറയുന്നത് 1/5 ഘാതം 2 ആണ്. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ താഴെ ഒരു 1 ആയപ്പോ അല്ലെങ്കിൽ 7ന്റെ മുകളിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ -1 എന്ന് എഴുതി. ഇവിടെ 5ന്റെ മുകളിൽ 5² ഉണ്ട്, അതായത് 5 2 തവണ ഗുണിക്കണം എങ്കിലേ 5² വരുള്ളൂ അല്ലെ. 5 ഗുണിക്കണം 5 എന്നല്ലേ 5². അപ്പൊ അവിടെ 2 5 ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഘാതത്തിൽ മൈനസ് ഇടുന്നു. എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ 2 എന്ന് എഴുതുന്നു. അതായത് 5 ഘാതം -2. ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കും? 5⁻². എന്താ വായിക്കുക? 5⁻⁻². നമ്മൾ സിംപ്ലി നമ്മൾ എങ്ങനെയാ പറയാ? 5⁻². അതല്ലെങ്കിൽ 5 ഘാതം -2 എന്ന് പറയും കേട്ടോ. ഇനി എ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ, അതായത് നമ്മൾ ഇതിനെ ഒരു പൊതുവായിട്ട് പറയാം. നമ്മളിപ്പോൾ കുറെ സംഖ്യകൾ വെച്ച് പറഞ്ഞല്ലോ, അപ്പൊ അതിന് സംഖ്യക്ക് പകരം നമ്മൾ എ എന്നുള്ള ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അപ്പൊ എ എന്നതാണ് നമ്മുടെ സംഖ്യ എന്ന് വിചാരിക്കുക. എ ഈസ് എ നോൺ സീറോ റാഷണൽ നമ്പർ. എ എന്ന് പറയുന്നത് ഒരു നമ്മുടെ സംഖ്യയാണെന്ന് വിചാരിക്കാം. എം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. എം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യയാണ്. പോസിറ്റീവ്, അതായത് എണ്ണൽ സംഖ്യ, നമ്മൾ 1 2 3 ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ then the reciprocal of a⁻m പവർ, നമ്മൾ 5² പറഞ്ഞില്ലേ, അതേപോലെ a⁻m, a എന്ന് പറയുന്ന സംഖ്യന്റെ പവർ 2 ആണ്, അല്ലെങ്കിൽ ഘാതം 2 അല്ലെങ്കിൽ 3 എത്രയോ ആയിക്കോട്ടെ, ഘാതത്തിന് പകരം നമ്മൾ m എന്ന് ജനറൽ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എങ്ങനെ വരിക? 1 ആ സംഖ്യ. ഏത് സംഖ്യ? a⁻m ആയിരുന്നു നമ്മുടെ സംഖ്യ. അതുകൊണ്ട് റെസിപ്രോക്കൽ 1/a⁻m. അതിനെ നമ്മൾ എഴുതുക എങ്ങനെയാ? a ഘാതം, താഴെയാണെന്ന് അറിയാനുള്ള മൈനസ് ഉണ്ട്, എത്രയാണ് അതിന്റെ പവർ? m ആണ്. അപ്പോൾ a ഘാതം -m എന്നാണ് 1/a ഘാതം m നെ നമ്മൾ എഴുതുക കേട്ടോ. ആൻഡ് ഈസ് റീഡ് ആസ്, എങ്ങനെ വായിക്കുക? a⁻m, a⁻m. മലയാളത്തിലാണെങ്കിൽ a ഘാതം -m. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അതിനെ ജനറൽ ആയിട്ട് പറയാം? ഏത് സംഖ്യ ആയിക്കൊള്ളട്ടെ, അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/a⁻m, അതായത് a⁻m എന്ന് പറയുന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് a മാത്രമേ ഉള്ളൂ വെച്ചാൽ, അതായത് 5 മാത്രമേ ഉള്ളൂ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ വെച്ചാൽ 1/a. ഇനി a⁻പവർ ഉണ്ടെങ്കിൽ 1/a⁻, ഏത് പവർ ആണോ അത് അങ്ങനെ കൊടുക്കുക. എന്തായാലും റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1 ആ സംഖ്യ എന്നാണ് കേട്ടോ. അതായത് 1/a⁻m എന്ന് പറയുന്നത്
a⁻m എന്നാണ് നമ്മൾ എഴുതുക. താഴെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ നെഗറ്റീവ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇപ്പൊ എക്ക് പകരം p/q എന്ന് പറയുന്ന ഭിന്നസംഖ്യയാണെങ്കിലോ, p/q എന്ന ഭിന്നസംഖ്യയാണ് എന്റെ സ്ഥാനത്ത് കിടക്കുന്നതെങ്കിൽ, p/q എന്ന് പറയുന്നത് ഒരു നോൺ സീറോ റാഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. അതായത് പിയും ക്യൂ ഒന്നും സീറോ അല്ല, ഒക്കെ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ഏതെങ്കിലും സംഖ്യകളാണ്. അങ്ങനെയാണ്. അതുപോലെ എം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. എം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. 1 2 3 പറയുന്ന ഏതെങ്കിലും ഒരു നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ p/q ഹോൾ റേസ് ടു മൈനസ് എം എന്ന് പറയുന്നത് എന്താണ്? 1/p/qm. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അതേ തിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? p/q 1/p/q m എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു p/q മൈനസ് എം അല്ലെ. 1/a⁻m എന്ന് പറയുമ്പോൾ a⁻m. ഇവിടെ എയുടെ സ്ഥാനത്ത് p/q എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, ഇത് ഭിന്നസംഖ്യയാണ്. അപ്പൊ 1/p/q ഹോൾ റേസ് ടു m എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ? ഈ വണ്ണോട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം തിരിച്ചിടാം. p/q എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും? q/p അങ്ങോട്ട് തിരിച്ചിടാം. 1/, എന്നുള്ളതിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് 1/p/q എന്ന് പറയുമ്പോൾ അതിനെ തിരിച്ചിട്ടാൽ ഈ 1 ഒഴിവായി പോകും. അപ്പോൾ p/q ഹോൾ റേസ് ടു m എന്നുള്ളത് എങ്ങനെയായി മാറും? q/p ഹോൾ റേസ് ടു m. ഓക്കെ. അപ്പോൾ 1/p/q ഹോൾ റേസ് ടു m എന്നുള്ളതിനെ നമുക്ക് തിരിച്ചിട്ട് q/p ഹോൾ റേസ് ടു m എന്നാക്കാം. അപ്പൊ ഈ 1 പോവും കേട്ടോ. ഇതിന്റെ റെസിപ്രോക്കൽ, ഇതിന്റെയും റെസിപ്രോക്കൽ. ഓക്കെ. അപ്പോൾ ഇതാണ് വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 3/8 റേസ് ടു മൈനസ് 2, 3/8 റേസ് ടു മൈനസ് 2 അല്ലെങ്കിൽ 3/8 ഘാതം -2 എന്ന് പറയുന്നത് നമുക്കറിയാം. എങ്ങനെ എഴുതാം? 1/3/8 ഘാതം 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/3/8 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? കാരണം ഈ മൈനസ് എന്ന് പറയുന്നത് താഴെയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് 1/3/8 ഹോൾ ഘാതം 2 എന്ന് എഴുതാം. സമം ഇങ്ങനെ എഴുതിയ എന്താ അർത്ഥം? നമ്മൾ പറഞ്ഞു നമുക്ക് തിരിച്ചിട്ടിട്ട് ഈ 1/, ഒഴിവാക്കാം. അപ്പൊ എന്ത് വരും? 3/8 എന്നുള്ളത് 8/3 ആവും. 8/3 ഹോൾ സ്ക്വയർ എന്ന് തന്നെ ആവും. ഇതിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള സംഖ്യകൾ അങ്ങോട്ട് തലതിരിഞ്ഞു പോകുന്നു മാത്രം. അപ്പൊ 3/8 ഉള്ളത് 8/3 ഹോൾ സ്ക്വയർ എന്നാവും. സമം 8/3 എന്നുള്ളതിന്റെ രണ്ടിനും നമുക്ക് ഈ 2 സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ 8² 3² എന്ന് വരും അല്ലേ? അതായത് 8² ഹരിക്കണം 3 സ്ക്വയർ. അപ്പൊ 8 ഗുണിക്കണം 8/3 ഗുണിക്കണം 3. ഇതിൽ വെട്ടാനുണ്ടോ? ഇല്ല. അപ്പൊ നേരിട്ട് അങ്ങനെ കൂട്ടി എഴുതുക അല്ലെങ്കിൽ ഗുണിച്ചെഴുതുക. 8 ഗുണിക്കണം 8 എന്ന് പറയുന്നത് 64, 3 ഗുണിക്കണം 3 എന്ന് പറയുന്നത് 9. ഇങ്ങനെയാണ് അതിന്റെ ഉത്തരങ്ങൾ കാണുക കേട്ടോ. ലോ ഓഫ് എക്സ്പോണൻസ് ഫോർ ഇന്റഗ്രൽ എക്സ്പോണൻസ്, അതായത് നേരത്തെ നമ്മൾ ഒരു 5 നിയമങ്ങൾ പറഞ്ഞില്ലേ സംഖ്യകൾക്ക്. ഇപ്പൊ 7 ഘാതം 3, 7 ഘാതം 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ a⁻m സമം a⁻m+n എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. ആ നിയമങ്ങൾ ഘാതം നെഗറ്റീവ് ആവുകയാണെങ്കിൽ, അതായത് ഇന്റഗ്രൽ എക്സ്പോണൻസ് ആണ് വരുന്നതെങ്കിൽ അതിന് ബാധകമാവോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തത് നമുക്ക് നോക്കാം. ലോസ് ഓഫ് എക്സ്പോണന്റ് ഹോൾഡ്സ് ഗുഡ് ഫോർ നെഗറ്റീവ് എക്സ്പോണന്റ് ഓൾസോ. ഇതിൽ പറയുന്നത് എന്താ? ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്, അതായത് ഘാതം എന്ന് പറയുന്ന രീതിക്ക് നമ്മൾ കുറെ 5 നിയമങ്ങൾ പറഞ്ഞിരുന്നു. a⁻0 = 1 അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. ഘാതം 0 സമം 1 ആണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതേപോലുള്ള ആ നിയമങ്ങൾ, 5 നിയമങ്ങൾ ഇതിന് ഈ നെഗറ്റീവ് ആണ് ഘാതമെങ്കിലും ബാധകമാവും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. എക്സാമ്പിൾ 3 ഘാതം 5 റേസ് ടു -4 ഇൻറ്റു 3 ഘാതം 5 റേസ് ടു 3. ഓക്കെ. അതായത് നമ്മൾ a⁻m ഇൻറ്റു a⁻n എന്നുള്ള രൂപത്തിൽ നമ്മളോട് എന്താ പറഞ്ഞത്? a⁻m+n എന്നാവണം. അത് ശരിയാവുണ്ടോ നോക്കാം. 3/5 റേസ് ടു -4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/3/5 ഘാതം 4 എന്ന് എഴുതാം അല്ലേ? പറഞ്ഞു നെഗറ്റീവ് എന്ന് പറയുന്നത് താഴെയാണെന്നുള്ളതാണ് അർത്ഥം. അപ്പൊ 1/ ആ സംഖ്യ എത്രയാണോ പവർ 4 ആണ്. അപ്പൊ അതവിടെ എഴുതുക. ഇൻറ്റു, ഇവിടെ ഇൻറ്റു ആണ്, 3/5 ഉൾഘാതം 3. അപ്പൊ മുകളില് 3/5 ഉൾഘാതം 3 ഉണ്ട്, താഴെ 3/5 ഉൾഘാതം 4 ഉണ്ട്. അപ്പൊ 3/5 നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? അപ്പൊ ഇവിടുന്ന് 3 പോയി, ഇവിടുന്ന് 3 പോയി, ഇവിടുന്ന് 3 പോയ 4-ൽ നിന്ന് 3 പോയ ബാക്കി 1.
അപ്പോൾ മുകളിൽ 3 ഓൾറെഡി പോയി, ഇനി അവിടെ ഒന്നുമില്ല, അംശത്തിലൊന്നുമില്ല. ഛേദത്തിൽ ഒരു 3/5 ഉണ്ട്. അതാണ് 1/3/5. 1/3/5 നമുക്ക് എങ്ങനെ എഴുതാം? 3/5 ഘാതം -1. താഴെ ഒരു 3/5 ഉള്ളൂ, താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ 3/5 ഘാതം -1 എന്ന് എഴുതാം. ഈ -1 എന്ന് പറയുന്നത് എന്താ? -4 കൂട്ടണം -3 തന്നെയല്ലേ? അല്ലേ? -4ഉം -3ഉം കൂട്ടി കഴിഞ്ഞാൽ -1 എന്നാണ് വരിക ഉത്തരം. വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 4ന്ന് 3 പോയി, 4ന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ -1 തന്നെ. കറക്റ്റാണ്, -1. അപ്പോൾ ഏഘാതം എം ഏഘാതം n എന്ന് പറയുന്നത് ഏഘാതം m+n ആണെന്നുള്ളത് ഒന്നാമത്തെ നിയമം ഇതിന് കറക്റ്റായി. ഏഘാതം m ഇൻറ്റു ഏഘാതം n സമം ഏഘാതം m+n എന്നുള്ളത് കറക്റ്റാണ്. ഈ രണ്ടാമത്തെ നിയമം നോക്കാം. ഹരിക്കണം എന്ന് വരികയാണെങ്കിൽ -2/3 ഘാതം -1 -2/3 ഘാതം -3. m ഉണ്ട്, ഏഘാതം m ഹരിക്കണം ഏഘാതം n. അങ്ങനെയാണെങ്കിൽ -1 ആണോ -3 ആണോ വലുത്? -1 ആണ് വലുത്. അപ്പൊ m n എന്നുള്ളതിൽ m ആണ് വലുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ഇതാണ് കുറച്ച് എഴുതിയാൽ മതി എന്നുള്ളത്, അല്ലേ? നേരിട്ട് കുറച്ച് എഴുതിയാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അങ്ങനെ ആവോ നോക്കി നോക്കാം. അപ്പോൾ -1 എന്ന് പറയുന്നത് അംശത്തിലാണ് കിടക്കുന്നത്, അല്ല സോറി ഛേദത്തിലാണ്, ബൈ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ 1/-2/3 ഘാതം 1 ഹരിക്കണം 1/-2/3 ഘാതം 3. നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. രണ്ട് സംഖ്യകൾ ഹരിക്കാൻ പറയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി എന്ന് പറഞ്ഞു. തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 1/-2/3. ആദ്യത്തെ സംഖ്യക്ക് വ്യത്യാസമല്ല, ഇവിടെ ഗുണനചിഹ്നം ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിച്ചിടാം. -2/3 ഉൾഘാതം 3/1. ആ /1 നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ വരും? -2/3 ഉൾഘാതം 3 എന്ന് വരും. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ നമുക്ക് 1നെ വെട്ടിക്കളയാം, ബാക്കി 2 ഉണ്ടാവും. അപ്പൊ -2/3 ഘാതം 2 എന്ന് വരും. ഈ 2 എന്ന് പറയുന്നത് എന്താ? m-ന്ന് n കുറച്ചതല്ലേ? -1 കുറക്കണം -3. അപ്പൊ മൈനസ് പ്ലസ് ആവും. അപ്പൊ -1 + 3 എന്നാവും. അതായത് -2 തന്നെ കേട്ടോ, മൈനസ് ഇല്ല, 2 തന്നെ. അപ്പോൾ രണ്ടാമത്തെ നിയമം ബാധകമായി. ഏഘാതം m ഹരിക്കണം ഏഘാതം n എന്ന് പറയുന്നത് ഏഘാതം m - n ആണെന്നുള്ളതും ശരിയായി. ഇനി മൂന്നാമത്തെ നോക്കി നോക്കാം. 3/4 ഘാതം -2 ഹരിക്കണം 3/4 ഘാതം -1. ഇവിടെ m-ഉം n-ഉം നോക്കുന്നു. ആരാണ് വലുത്? m ആണോ n ആണോ വലുത്? -1 ആണോ -2 ആണോ വലുത്? -1 ആണ് വലുത്. അപ്പൊ n ആണ് വലുത്. n വലുത് എന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞിരുന്നു? 1/ഏഘാതം n - m. ശരിയാണോ നോക്കൂ. -2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3/4 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതാം. ഹരിക്കണം 1/3/4. അല്ലെ? ഇവിടെ ഒരു 1 ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ 1. ഇനി ഹരിക്കണം മാറ്റി ഗുണിക്കണമാകുമ്പോൾ നമുക്ക് സംഖ്യ തിരിച്ചിടാം. അപ്പൊ എങ്ങനെ വരും? 1/3/4 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഇൻറ്റു ഹരണം മാറി ഗുണനമായപ്പോൾ സംഖ്യ തിരിഞ്ഞു പോയി. അപ്പോൾ 1/3/4 എന്നുള്ളത് എങ്ങനെ വരും? 3/4 ഹരിക്കണം 1 എന്ന് വരും. ഈ 1നെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 3/4 എന്ന് മാത്രം വരും. അപ്പൊ ഈ 3/4 അംശത്തേക്ക് ചാടി, അല്ലെ? 1 ഛേദത്തേക്ക് വരും. അപ്പോൾ 1 ഇതിനെ ഛേദത്തിലായതുകൊണ്ട് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം 1 കൊണ്ട് 1നെ ഗുണിച്ചാൽ 1 തന്നെയാണ്. അംശത്തിലാവുമ്പോഴാണ് നമ്മൾ എഴുതേണ്ട നിർബന്ധം കേട്ടോ, അല്ലെങ്കിൽ സംഖ്യ മാറിപ്പോ. അപ്പൊ ഇവിടെ അംശത്തില് 3/4 1 ഉണ്ട്, ഇവിടെ ഛേദത്തില് 3/4 2 സ്ക്വയർ ഉണ്ട്. ഇവിടെ 1ഉം ഇവിടെ 2ഉം. അപ്പോൾ ഇവിടുന്ന് 1 വിട്ടാൽ ഇവിടുന്ന് 1 വെട്ടാം. ബാക്കി അംശത്തിൽ ഇനി ഒന്നുമില്ല, അല്ലേ? 3/4 പോയി. ഛേദത്തിലോ ഇവിടുന്ന് 1 പോയി, ബാക്കി 3/4 ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? ഛേദത്തിൽ 1/3/4 ഹോൾ റേസ്റ്റ് 1 എന്ന് വരും. അതായത് 1/n - m. 1/ഏഘാതം n - m, അല്ലേ? അതായത് m n-നേക്കാൾ ചെറുതാവുന്ന സമയത്ത് ഏഘാതം m ഹരിക്കണം ഏഘാതം n എന്ന് പറയുന്നത് 1/ഏഘാതം n - m ആണ്. കറക്റ്റായി. മൂന്നാമത്തെ സംഭവവും കറക്റ്റായി. ഇനി നാലാമത്തെ നോക്കാം. എന്താണ്? 2/7 ഘാതം -2 ഹോൾ ഘാതം. ഇങ്ങനെ 2 ഘാതം വരുമ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ 2 ഘാതം കൂടി ഗുണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2/7 എന്ന് പറയുന്നത്
അതിൻ്റെ രണ്ടിൻ്റെ കൂടി ഗുണനം എന്ന് പറയുമ്പോൾ -2 ഗുണിക്കണം 3 എന്ന് പറയുന്നത് -6. അതായത് ഏഘാതം എം ഹോൾ ഘാതം എൻ. 2 ഘാതം വരുമ്പോൾ അവ രണ്ടും ഗുണിക്കുക. അത് കറക്റ്റാണ്. അപ്പോൾ പിന്നെ അഞ്ചാമത്തെന്ന് പറയുമ്പോൾ a⁻0. അതായത് ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യയുടെ ഘാതം 0 ആയിക്കഴിഞ്ഞാൽ ഉത്തരം എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏത് സംഖ്യ ആയിക്കൊള്ളട്ടെ ഘാതം 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1 ആണ് കേട്ടോ. അപ്പോൾ 5 നിയമങ്ങളും ഈ നെഗറ്റീവാണ് മുകളിൽ ഘാതമായിട്ട് പവറായിട്ട് വരുന്നതെങ്കിലും എന്താണ് നമ്മൾ പറഞ്ഞ ഈ ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്ന ഘാതം സംഖ്യകൾക്കുള്ള നിയമങ്ങൾ ഇതിലും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.